വീണ്ടും വിവാദ പ്രസംഗവുമായി ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ്. മീനച്ചിൽ താലൂക്കിൽ മാത്രം ലവ് ജിഹാദിലൂടെ നഷ്ടമായത് 400 പെൺകുട്ടികളെയാണെന്നാണ് പി.സി. ജോർജിന്റെ ഒരു ലേറ്റസ്റ്റ് വിവാദ പ്രസംഗം. പാലയിൽ KSEB ലഹരി വിരുദ്ധ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് പി.സി. ജോർജിന്റെ പുതിയ പരാമർശം വന്നത്. പെൺകുട്ടികളുടെ മുക്കിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല. വളരെ ഗതികെട്ട നിലയിലാണ്. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചിൽ താലൂക്ക് മാത്രം. എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട്. പാലയിൽ KCBC ലഹരി വിരുദ്ധ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് പി.സി. ജോർജ് പരാമർശം നടത്തിയത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. SKN, നമുക്കറിയാവുന്നതുപോലെ പല വിവാദ പരാമർശങ്ങളും നടത്തിയ വ്യക്തിയാണ് പി.സി. ജോർജ്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് ചാനൽ ചർച്ചയിൽ ഒരു വിവാദ പരാമർശം നടത്തി അദ്ദേഹം അറസ്റ്റിലാവുകയും റിമാൻഡിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന വലിയ നാടകീയമായ രംഗങ്ങൾ കണ്ടതാണ്. എന്തായാലും ജാമ്യത്തിലിറങ്ങിയ പി.സി. ജോർജ് വീണ്ടും ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ വാർത്തയിൽ പറയാനുള്ളത്. സാധാരണ അദ്ദേഹം പറയാറുള്ളൊരു കാര്യമാണ്, പക്ഷേ ഇത്തവണ അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു കണക്കൊക്കെ ഉദ്ധരിച്ചാണ്. ഈ കണക്കൊക്കെ എവിടെ നിന്ന് ലഭിച്ചതാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. 400ഓളം പെൺകുട്ടികളെ മീനച്ചിൽ താലൂക്കിൽ നിന്ന് മാത്രം ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാര്യമാണ് പി.സി. ജോർജ് പറയുന്നത്. അതിൽ 41 പേർ മാത്രമാണ് തിരിച്ചു കിട്ടിയത്. അതുകൊണ്ട് ഈ ക്രൈസ്തവ മാതാപിതാക്കൾ 24ാമത്തെ വയസ്സിൽ തന്നെ പെൺകുട്ടികളെ കെട്ടിച്ചു വിടണം എന്നൊരു വിവാദ പരാമർശമാണ് പി.സി. ജോർജ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി കഴിഞ്ഞ ദിവസമാണ് പാലായിൽ നടന്നത്. ആ പരിപാടിയിലാണ് ഈ ഒരു പരാമർശം നടത്തിയത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഇരാറ്റുപേട്ട ഭാഗത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കേരളം മുഴുവൻ കത്തിക്കാനുള്ള സ്ഫോടക വസ്തുക്കൾ ആണ് പിടികൂടിയതെന്ന തരത്തിലുള്ള ഒരു പരാമർശം കൂടി പി.സി. ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് പി.സി. ജോർജ് ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകളോ ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേർന്നത്.